എയർലൈൻ, ഒരേ വിമാന മോഡൽ, ഒരേ പറക്കൽ പാത, ഒരേ സ്റ്റോപ്പ് ഓവർ പോയിന്റ് എന്നിവ ഉൾപ്പെട്ട തുടർച്ചയായ അപകടങ്ങൾ സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും ഹോണ്ടഡ് ആയ കോയിൻസിഡൻസിൽ ഒന്നായി മാറി. 75 വർഷങ്ങൾക്ക് മുൻപ് വളരെ ദാരുണവും അസാധാരണവുമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയിൽ, കൃത്യമായി പറഞ്ഞാൽ 1950 ജൂൺ 12, ജൂൺ 14 തീയതികൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് ഒരേ റൂട്ടിൽ തുടർച്ചയായി 2 വിമാനങ്ങളാണ് തകർന്നു വീണത്. 1950 ജൂണിൽ ബെയറിനടുത്ത് ഒരേ റൂട്ടിൽ ദിവസങ്ങൾക്കുള്ളിൽ 2 എയർ ഫ്രാൻസ് ഡഗ്ലസ് DC-4 വിമാനങ്ങൾ തകർന്നു വീണു. 86 പേരാണ് മരിച്ചത്. ഏകദേശം ഒരേ സ്ഥലത്തും ഒരേപോലെയുള്ള സാഹചര്യങ്ങളിലും അസാധാരണമായ സമാനമായ തുടർച്ചയായ ദുരന്തങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. വ്യോമയാന സുരക്ഷയും നാവിഗേഷൻ പ്രോട്ടോക്കോളുകളെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയ ദിനങ്ങളായിരുന്നു അത്. ജൂൺ 12-ന് ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റി എന്നറിയപ്പെടുന്ന വിയറ്റ്നാമിലെ അന്നത്തെ സൈഗോണിൽ ഇവിടെ നിന്ന് കറാച്ചി, ബെയറിൻ, ബെയ്റൂട്ട് വഴി പാരീസിലേക്ക് പോവുകയായിരുന്ന എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് L633 ഡഗ്ലസ് DC-4 എന്ന വിമാനമാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. കറാച്ചിയിൽ ഒരു സ്റ്റോപ്പ് പൂർത്തിയാക്കിയ വിമാനം ബെയറിനിലേക്ക് അടുക്കുമ്പോൾ അപ്രത്യക്ഷമാവുകയായിരുന്നു. ബെയറിനിൽ നിന്ന് ഏകദേശം 30 മൈൽ അകലെ കടലിൽ വിമാനം തകർന്നു വീണതായി പിന്നീട് കണ്ടെത്തി. 40 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 46 പേരും മരിച്ചു. അക്കാലത്ത് പരിമിതമായ അന്വേഷണ ഉപകരണങ്ങൾ മാത്രമുണ്ടായിരുന്നതിനാൽ കാരണം ഒരിക്കലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ മോശം കാലാവസ്ഥ, നാവിഗേഷൻ പിശക് അല്ലെങ്കിൽ സാങ്കേതിക തകരാർ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചു. 2 ദിവസങ്ങൾക്കിപ്പുറം ജൂൺ 14-ന് മറ്റൊരു എയർ ഫ്രാൻസ് ഡഗ്ലസ് DC-4 ഫ്ലൈറ്റ് L605 സമാനമായ സാഹചര്യങ്ങളിൽ തകർന്നു വീണു. സൈഗോണിൽ നിന്ന് കറാച്ചി, ബെയറിൻ, ബെയ്റൂട്ട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഓവറുകളുള്ള പാരീസിലേക്ക് പറന്നുയർന്ന വിമാനം ബെയറിനിലേക്ക് അടുക്കുമ്പോൾ ബെയറിൻ വിമാനത്താവളത്തിന് 7 കിലോമീറ്റർ പടിഞ്ഞാറ് വീണ്ടും കടലിനടുത്ത് തകർന്നു വീണു. ഇത്തവണ 40 പേർ, 33 യാത്രക്കാരും 7 ക്രൂ അംഗങ്ങളും കൊല്ലപ്പെട്ടു. 8 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി. വിമാനം ഒരു താഴ്ന്ന കുന്നിലിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. രാത്രിയിൽ ദുഷ്കരമായ ഭൂപ്രദേശത്ത് നാവിഗേഷൻ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഇറർ സൂചിപ്പിച്ചു. 2 അപകടങ്ങളും വ്യക്തിഗതമായി ദുരന്തപൂർണമായിരുന്നുവെങ്കിലും സമയം, വിമാനത്തിന്റെ തരം, റൂട്ട്, ക്രാഷ് സോൺ എന്നിവയിലെ അതിശയകരമായ സമാനതകളാണ് ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടിയത്. ആ ഒരു കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന പരിമിതമായ ഉപകരണങ്ങളും നൂതന റഡാർ സംവിധാനങ്ങളുടെ അഭാവവും കണക്കിലെടുത്ത് നാവിഗേഷൻ, പൈലറ്റിന്റെ പിശകുകൾ എന്നിവയിലേക്ക് അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടി. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിലൂടെയും അതുപോലെ ഗൾഫ് മേഖലകളിലൂടെയും ദീർഘദൂര മൾട്ടി സ്റ്റോപ്പ് റൂട്ടുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും സാഹചര്യങ്ങൾ ഉയർത്തി. ഒപ്പം അവിടെ കാലാവസ്ഥ, വിസിബിലിറ്റി, പരിമിതമായ ഗ്രൗണ്ട് സപ്പോർട്ട് എന്നിവ പൈലറ്റുമാർക്ക് നിരന്തരമായ അപകട സാധ്യതകൾ സൃഷ്ടിച്ചു. 1950-ലെ ബെയറിൻ DC-4 അപകടങ്ങൾ അന്താരാഷ്ട്ര വ്യോമയാനത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. പൈലറ്റ് പരിശീലനം, നാവിഗേഷൻ സുരക്ഷ, അടിയന്തര പ്രതികരണ തയ്യാറെടുപ്പ് എന്നിവയെക്കുറിച്ചുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ എയർലൈനുകളെയും അതുപോലെ വ്യോമയാന അധികൃതരെയും പ്രേരിപ്പിച്ചു. വെറും 48 മണിക്കൂർ ഇടവേളയിൽ ഇരട്ട അപകടങ്ങൾ വിമാന സുരക്ഷയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ കോയിൻസിഡൻസിന്റെയും ദുരന്തത്തിന്റെയും ഉദാഹരണങ്ങളായി മാറി.